എനിക്ക് ജിമ്മിൽ പ്രോപ്പറായിട്ട് പോകാൻ പറ്റില്ല. സോ ഇരിക്കുന്നത് ഇതാ 4 ബോളൊക്കെയാണ്. ഇതിൽ നിന്ന് ഞാൻ വൈറ്റ് മാത്രമല്ല കേട്ടോ, PD ഇത്ര എന്താ പറയുക മോശപ്പെട്ടൊരു സാധനമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അപ്പോൾ എല്ലാവരും ഡൗട്ടാണ്, ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ഒമാറ്റായിട്ട്, അതായത് ഒരു ദിവസം ഒരു മീൽ മാത്രം കഴിച്ച് കഷ്ടപ്പെട്ട് ഡെഡിക്കേഷൻ ചെയ്ത് എന്തിൻ്റെ കുഴപ്പമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കറണ്ട് അഫെയർ നോക്കുമ്പോൾ ഒരുപാട് ഫേക്ക് നാറ്റീസ് PDയും കാര്യങ്ങളും മാത്രം യൂസ് ചെയ്തിട്ടും കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്. ഫേക്ക് നാറ്റീസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ PD മാത്രം യൂസ് ചെയ്തിട്ട് മസിൽ ബിൽഡിങ് സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ, ആ ഒരു ടോക്കിനെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളെ ഡിസിപ്ലിൻ ആൻഡ് നമ്മുടെ ഡയറ്റിൻ്റെ, മെയിൻലി ഡയറ്റാണ്. സത്യം പറയാലോ, നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും ഡയറ്റ് കറക്റ്റാണോ നമുക്ക് നല്ലൊരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ജിമ്മ് നിർത്തിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 3 മാസമായി ജിമ്മ് നിർത്തിയിട്ട്. പക്ഷേ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ജിമ്മ് നിർത്തി എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, വർക്കൗട്ട് ഞാൻ പ്രോപ്പറായി ചെയ്യുന്നുണ്ട്. മേ ബി ജിമ്മിനേക്കാൾ ഇൻറ്റൻസീവായിട്ട് ഞാൻ ഇവിടെ റൂമിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. എനിക്ക് ജിമ്മിൽ പ്രോപ്പറായിട്ട് പോകാൻ പറ്റില്ല. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താലും റൂമിൽ വർക്കൗട്ട് ചെയ്താലും കറക്റ്റ് ഫോമിൽ കറക്റ്റ് ഇൻറ്റൻസിറ്റിയിൽ അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി. 2-3 മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. പക്ഷേ ഷോൾഡറും ഒക്കെ ഭയങ്കര ഹ്യൂജാക്കി അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു നോർമൽ എസ്തെറ്റിക് ഫിസിക്ക് വേണോ നമുക്ക് നോർമലി ചെയ്യാൻ പറ്റും, വിതൗട്ട് പ്രോട്ടീൻ പൗഡർ, വിതൗട്ട് എനി സപ്ലിമെൻറ്റ്. പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 10-20 ദിവസം മാത്രമായിട്ടുള്ള ക്രിയാറ്റിൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അതുവരെ ഞാൻ ക്രിയാറ്റിൻ പോലും യൂസ് ചെയ്തിട്ടില്ല. ക്രിയാറ്റിൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ വേ പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പീരീഡിൽ കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ വേ പ്രോട്ടീനും ക്രിയാറ്റിനൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരുന്ന ആളാണ്. പക്ഷേ ഈ ഒരു പീരീഡ് ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 83 കിലോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി 69-68 കിലോ എബോവ് ആയിട്ടുണ്ട്. അതും ഏകദേശം ഒരു 6 മാസം കൊണ്ട് കേട്ടോ. ടൈം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു പീരീഡ് ടൈം എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ അത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ വളരെ എന്താ പറയുക ഭയങ്കര രീതിയിൽ എക്സ്ട്രീം ലെവലിൽ ഡയറ്റ് എടുത്ത്, ഒമാ ഡയറ്റ് തന്നെ. പക്ഷേ ഒമാ ഡയറ്റ് എന്ന് പറയാനും പറ്റില്ല, അതിനും വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാനൊരു 10-40 ദിവസമായിട്ടാണ് ഞാൻ ഒമാ ഡയറ്റ് പ്രോപ്പറായി ചെയ്യുന്നത്. ഉപയോഗിക്കുന്നുണ്ടാവും. PD ഇത്ര എന്താ പറയുക മോശപ്പെട്ടൊരു സാധനമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമാണ് അത് യൂസ് ചെയ്യാൻ. PD ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് എൻ്റെ പ്രൈം ഒന്ന് എൻഹാൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ അതിനുള്ള എന്താ പറയുക ഫിനാൻഷ്യൽ സെറ്റപ്പ് ഒന്നും കറൻറ്റ്ലി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ ചിന്തിക്കുന്നില്ല. സെറ്റപ്പിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ ഇൻഷാല്ലാ ഞാനത് ചെയ്യും. എൻ്റെ പ്രൈം എനിക്കൊന്നും അൺലോക്ക് ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ കറൻറ്റ്ലി ഞാനിപ്പോൾ അതൊന്നും യൂസ് ചെയ്യണില്ല. ഐ എം ജസ്റ്റ് യൂസിങ് ഓൺലി ഫുഡ് ആൻഡ് വാട്ടർ. പിന്നെ ക്രിയാറ്റിൻ യൂസ് ചെയ്യേണ്ടത്. ക്രിയാറ്റിൻ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറ്റിൽ ഒരു നേരത്തെ ഒരു മീലിലെ ഫുഡിൽ നിന്ന് എനിക്ക് എൻ്റെ പ്രോട്ടീൻ ഗോൾ അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. പ്രോട്ടീൻ മാത്രമല്ല ക്രിയാറ്റിനും കൂടി ആവശ്യമാണ്. ശരിയാണ്, ഇറ്റ്സ് നോട്ട് എ നെസസറി തിങ്. ഫുഡിൽ നിന്നും ക്രിയാറ്റിൻ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കിലോ കണക്കിന് ഫുഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്രിയാറ്റിനൊക്കെ ഫുഡിൽ നിന്ന് കിട്ടുള്ളൂ. ക്രിയാറ്റിൻ നമുക്ക് ഫുഡിൽ നിന്ന് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക്